We can discuss about the forms of condensation. What is condensation and forms of condensation? Atmosphere should reach the saturation level for the condensation to begin. എപ്പോഴാണോ അറ്റ്മോസ്ഫിയർ പരിപൂർണമായിട്ടും സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തുന്നത് അപ്പോഴാണ് കണ്ടൻസേഷൻ തുടങ്ങുന്നത്, ഘനീകരണം തുടങ്ങുന്നത്. അഥവാ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങിയ നീരാവി അത് പിന്നീട് ജലമായിട്ട്, ക്ലൗഡായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഹിമമായിട്ട്, ഫ്രോസ്റ്റായിട്ടൊക്കെ ഭൂമിയിലേക്ക് വരാൻ തുടങ്ങുന്നത് സാച്ചുറേഷൻ ലെവൽ പൂർണ്ണമാവുമ്പോഴാണ്. മാത്രമല്ല, വിത്ത് ദി ഫെർദർ അഡീഷൻ ഓഫ് ദി വാട്ടർ വേപ്പർ ഓർ ഡ്യൂ ടു ദി എ കൺസിഡറബിൾ ഫാൾ ഇൻ ദി ടെമ്പറേച്ചർ, ഒന്നെങ്കിൽ വാട്ടർ വേപ്പർ കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ കുറയുന്നത് കൊണ്ടോ വാട്ടർ വേപ്പർ ഇൻ ദി അറ്റ്മോസ്ഫിയർ ബിഗിൻ ടു കണ്ടൻസ്. അന്തരീക്ഷത്തിലുള്ള വാട്ടർ വേപ്പർ എന്തിനു തുടങ്ങുന്നു? കണ്ടൻസേഷൻ തുടങ്ങുന്നു, ഘനീകരണം തുടങ്ങുന്നു. ഘനീകരണത്തിന് 4 ഫോമുകളാണ്: ഫ്രോസ്റ്റ്, രണ്ടാമത്തെ ക്ലൗഡ്, മൂന്നാമത്തെ ഡ്യൂ, നാലാമത്തെ മിസ്റ്റ് ഓർ ഫോഗ്. ഇതിൽ ഡ്യൂ എന്താണെന്ന് പറയാം. ഡ്യൂ എന്ന് പറയാൻ നമ്മൾ സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് വാട്ടർ ഡ്രോപ്ലെറ്റ്സുകൾ എവിടെ കാണാൻ കഴിയും? ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് അഥവാ ചെറിയ പുൽത്തകിടുകളിൽ വെള്ളത്തിൻ്റെ ചെറിയ കണികകൾ, വെളുത്ത വെള്ളത്തുള്ളികൾ കാണാൻ കഴിയും. അല്ലെങ്കിൽ ഇലകളിൽ വെള്ളത്തുള്ളികൾ കാണാൻ കഴിയും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവം? രാത്രിയിൽ എർത്ത് സർഫസിൽ രാത്രിയിൽ കൂൾ ഡൗൺ ചെയ്യുന്നത് കൊണ്ട്, തണുക്കുന്നത് കൊണ്ട്, ആ അറ്റ്മോസ്ഫിയർ തണുക്കുമ്പോൾ ഈ ഭൂമിക്കടുത്തുള്ള അന്തരീക്ഷത്തിലെ നീരാവിയും തണുത്തെന്ത് ചെയ്യുന്നു? ചെറിയ ജലകണികകളായിട്ട് വാട്ടർ വേപ്പർ കണ്ടൻസേഷൻ വഴി വാട്ടർ ഡ്രോപ്ലെറ്റുകളായിട്ട് കോൾഡ് സർഫേസിൽ വന്ന് അതുപോലെ ചെറിയ കണികളായിട്ട് നിൽക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഡ്യൂ എന്ന് പറയുന്നത്. അടുത്ത് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്യൂവിന് പകരം ചെറിയ ഐസ് ക്രിസ്റ്റൽസ് അഥവാ ചെറിയ ഐസിൻ്റെ കണികകളായിട്ട് അവ ഭൂമിയിൽ വന്നു ചേരുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ ഫോംസ് ഓഫ് കണ്ടൻസേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത ഫോഗ് ഓർ മിസ്റ്റ് അഥവാ കനത്ത മൂടൽമഞ്ഞും അതുപോലെ തന്നെ നേർത്ത മൂടൽമഞ്ഞുമാണ് വിശദീകരിക്കാനുള്ളത്. ഈ തണുപ്പ് ഒന്നും കൂടി കൂടിയാൽ വളരെ തണുത്ത വെതർ കണ്ടീഷനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അഥവാ അന്റാർട്ടിക്ക അതുപോലെ തന്നെ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ദി കണ്ടൻസ്ഡ് ടിനി ഡ്രോപ്ലെറ്റ് ഓഫ് ദി വാട്ടർ ഫോംഡ് ബൈ ദി കൂളിംഗ് ഓഫ് ദി എയർ റിമെയിൻ സസ്പെൻഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ഇറ്റ്സെൽഫ്. ദേ ക്യാൻ വെരി വെൽ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദി ക്ലൗഡ്സ് ക്ലോസ് ടു ദി എർത്ത് സർഫേസ്. അഥവാ ഈ ക്ലൗഡിനോട് വളരെ അടുത്ത്, നമ്മൾ ക്ലൗഡാണെന്ന് പറയാൻ തോന്നുന്ന രൂപത്തിൽ, മേഘങ്ങളാണെന്ന് പറയാൻ തോന്നുന്ന രൂപത്തിൽ അവ മാറിയിട്ടുണ്ടോ, പക്ഷെ ക്ലൗഡ് ആയിരിക്കില്ല. അങ്ങനെയുള്ള ചില വളരെ തണുത്ത അന്തരീക്ഷത്തെ മൊത്തം മൂടുന്ന രൂപത്തിലുള്ള മഞ്ഞ് രൂപം കൊള്ളുന്നു. Fog or mist is the result of condensation around the minute dust particles. എന്തുകൊണ്ടാണ് ഇത് ഫോഗായിട്ട് മാറുന്നത്? അന്തരീക്ഷത്തിലുള്ള ശുദ്ധമായിട്ടുള്ള പൊടിപടലങ്ങളുമായി ചേർന്നിട്ടാണ് ഇവ എന്തായി മാറുന്നത്? ഫോഗോ മിസ്റ്റോ ആയിട്ട് മാറുന്നത്. ദിസ് മേ ബി ഒബ്സ്ട്രക്ട് ദി വിസിബിലിറ്റി. നമ്മുടെ കാഴ്ചയെ തന്നെ ഇത് മറക്കും. കാരണം മഞ്ഞുണ്ട്, നമുക്ക് വേറെ ഒന്നും കാണാൻ കഴിയില്ല. ഇഫ് ദി റേഞ്ച് ഓഫ് വിസിബിലിറ്റി ലെസ് ദാൻ 1 കിലോമീറ്റർ, 1 കിലോമീറ്ററിന് ഉള്ളിലുള്ളത് പോലും നമുക്ക് കാണാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ അതിനെ നമ്മൾ ഫോഗ് എന്നാണ് വിളിക്കുക. ഇഫ് ദി റേഞ്ച് ഓഫ് വിസിബിലിറ്റി ഈസ് മോർ ദാൻ 1 കിലോമീറ്റർ, 1 കിലോമീറ്ററിനേക്കാൾ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുകയാണെങ്കിലോ അതിനെ നമ്മൾ മിസ്റ്റ് എന്നാണ് വിളിക്കാറ്. സാധാരണ നോർത്ത് ഇന്ത്യയിലൊക്കെ എയർപോർട്ടുകളൊക്കെ ഈ മിസ്റ്റും ഫോഗൊക്കെ കാരണത്താൽ എന്ത് ചെയ്യാറുണ്ട്? വളരെ കനത്ത ഫോഗ് കാരണത്തിൽ അടച്ചിടാറുണ്ട്. അടുത്ത സ്മോഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഇൻഡസ്ട്രിയൽ റീജിയണിൽ സ്മോക്കും ഫോഗും അഥവാ ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇൻഡസ്ട്രികളിൽ നിന്ന് വരുന്ന സ്മോക്ക് അഥവാ പുകയും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ഈ ഒരു മഞ്ഞും ചേർന്നിട്ടുണ്ടാകുന്നതാണ് സ്മോഗ് പലപ്പോഴും ട്രാഫിക് ബ്ലോക്കുകൾക്ക് കാരണമാകാറുണ്ട്. അടുത്തത് ഏറ്റവും വലിയൊരു ഫോമായിട്ടുള്ള ക്ലൗഡ്സാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ക്ലൗഡ് രൂപം കൊള്ളുന്നത് നമുക്കൊക്കെ അറിയാൻ കഴിയും. വളരെയധികം തണുത്ത അല്ലെങ്കിൽ ഒരു ക്രിറ്റിക്കൽ ടെമ്പറേച്ചറിൽ അന്തരീക്ഷത്തിൽ നീരാവിക്ക് നിലനിൽക്കാൻ കഴിയാതെ വരുമ്പോൾ നീരാവി എന്തായി മാറുന്നു? ക്ലൗഡായിട്ട് മാറാറുണ്ട്. അങ്ങനെ ക്ലൗഡായിട്ട് മാറിയാൽ ഈ വാട്ടർ ഡ്രോപ്ലെറ്റുകൾ 0.001 വെയിറ്റ്
ആ ഒരു ഡയമെൻഷനിലേക്ക് സെൻറ്റിമീറ്റർ ഡയമെൻഷനിലേക്ക് എത്തുന്നത് കൊണ്ടാണ്, വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് അന്തരീക്ഷത്തിൽ തന്നെ ഈ ക്ലൗഡ് അങ്ങനെ നിലനിൽക്കുന്നു. മാത്രമല്ല ഈ ക്ലൗഡിനെ അതിൻ്റെ ഹൈറ്റ് അതുപോലെ അതിൻ്റെ രൂപം അനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്, ഫോം അനുസരിച്ച് വിവിധ ഫോമുകളായിട്ട് അല്ലെങ്കിൽ വിവിധ ടൈപ്സുകളാക്കി മാറ്റാറുണ്ട് അതിൻ്റെ ആ രൂപം അനുസരിച്ച്. അങ്ങനെ നോക്കുമ്പോൾ 4 രൂപങ്ങളിലാണ് നമുക്ക് ക്ലൗഡ് കാണാൻ കഴിയുക. ചിത്രത്തിൽ കാണുന്ന പോലെ ഫസ്റ്റ് വൺ സിറസ് ക്ലൗഡ്സ്. അതിൻ്റെ ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ആണ്. ശരിക്കും ഒരു തൂവലുകൾ പോലെ കാണുന്ന എന്താ പറയുക ക്ലൗഡ്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്, സിറസ് ക്ലൗഡ്സ്. ഇത് വളരെ തെളിഞ്ഞ അന്തരീക്ഷത്തിലാണ് ഇത് കാണാറുള്ളത്. അടുത്ത സ്ട്രാറ്റസ് ക്ലൗഡ്സ്. ദി അപ്പിയർ ദി തിക്ക് ലെയേഴ്സ് ഇൻ ദി ലോവർ പാർട്സ് ഓഫ് സ്കൈൻ്റെ അഥവാ ആകാശത്തിൻ്റെ ഏറ്റവും താഴ്ന്ന വിതാനങ്ങളിൽ വളരെ കട്ടിയുള്ള ലെയറുകളായിട്ട് ഇരുണ്ടതായിട്ട് കാണുന്ന ക്ലൗഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്യൂമുലസ് ക്ലൗഡ്സ്. ദാറ്റ് റിസംബിൾ ഹ്യൂജ് കോട്ടൺ ബണ്ടിൽസ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കോട്ടൻ്റെ വലിയൊരു കോട്ടൺ എന്ന് പറഞ്ഞാൽ പരുത്തിയുടെ അല്ലെങ്കിൽ പഞ്ഞിൻ്റെ വലിയൊരു കട്ടായിട്ട് നമുക്ക് കാണപ്പെടുന്ന ക്ലൗഡ്സാണ്. സ്ട്രോങ് കൺവെൻഷൻ കറൻസ്. ചില സ്ട്രോങ് കൺവെൻഷൻ കറൻസ് എന്ന് പറഞ്ഞാൽ സംവഹന പ്രവാഹം മൂലത്താൽ, ശക്തമായിട്ടുള്ള സംവഹന പ്രവാഹം മൂലത്താലാണ് ഇതുണ്ടാകുക. കണ്ടൻസൻ നമ്മൾ കൺവെക്ഷൻ നമ്മൾ പഠിച്ചതാണ്, ഈ പാഠത്തിൻ്റെ ഏറ്റവും ഫസ്റ്റിൽ നമ്മൾ പഠിച്ചതാണ്. ദേ ഹാവ് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റ്. മാത്രമല്ല അത് വളരെ വിശാലമായിട്ട് കാണാൻ നമുക്ക് കഴിയും. അടുത്തത് നിംബസ് ക്ലൗഡ്സ് ആണ്. ദീസ് ആർ ദി ഡാർക്ക് റെയിൻ ക്ലൗഡ്സ് ഇൻ ദി ലോവർ അറ്റ്മോസ്ഫിയർ. ദീസ് ക്ലൗഡ്സ് അപ്പിയർ ഡാർക്ക്. അഥവാ ഇത് ശരിക്കും മഴമേഘങ്ങളാണ്, കാർമേഘങ്ങളാണ്. അതിൽ നിന്ന് മഴ പിന്നീട് വരാറുണ്ട്, വളരെ കറുത്ത രൂപത്തിലാണ് കാണാറുള്ളത്. അടുത്തത് ഈ ക്ലൗഡ്സുകളൊന്നും സ്വതന്ത്രമായിട്ടല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കില്ല, പകരം ഒന്നിനോട് ചേർന്ന് നിൽക്കാറുണ്ട്. ഉദാഹരണമായിട്ട് കോമ്പിനേഷൻ ഓഫ് ക്യൂമുലസ് ആൻഡ് നിംബസ് ക്ലൗഡിനെ നമ്മൾ ക്യൂമുല നിംബസ് എന്ന് വിളിക്കാറുണ്ട്. അടുത്തത് ഇതിൻ്റെ ഹൈറ്റ് അനുസരിച്ച്, എവിടെയാണോ ഈ ക്ലൗഡ് ഉള്ളത് അതിൻ്റെ ഹൈറ്റ് അനുസരിച്ച് 4 തരത്തിലുള്ള ക്ലൗഡ് ഉണ്ട്. അന്ന് ഹൈ ക്ലൗഡ്, രണ്ടാമത്തെ മീഡിയം ക്ലൗഡ്, മൂന്നാമത്തെ ലോ ക്ലൗഡ്, നാലാമത്തത് ക്ലൗഡ് വിത്ത് ദി ഗ്രേറ്റ് എക്സ്റ്റെൻഡൽ വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റ്, വളരെ വിശാലമായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ഹൈ ക്ലൗഡ് 20,000 മുതൽ 40,000 ഫീറ്റിൻ്റെ ഇടയിലായിരിക്കും. മീഡിയം ക്ലൗഡ് 7,000 മുതൽ 20,000 വരെ ആയിരിക്കും. ലോ ക്ലൗഡ് 7,000-ലും താഴെയായിരിക്കും. എന്നാൽ ക്ലൗഡ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റോ 2,000 മുതൽ 30,000 ഫീറ്റ് വരെ ഉണ്ടായിരിക്കും. അടുത്തത് നമുക്ക് ഇനി ഈ ക്ലൗഡുകളൊക്കെ വേറെ എന്തായിട്ടാണ് മാറുന്നത് എന്നാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ക്ലൗഡ് പിന്നീട് കുറേ കഴിഞ്ഞാൽ എന്തായി മാറും, മഴയായിട്ട്, പ്രസിപ്പിറ്റേഷനായിട്ട് മാറും. അപ്പോൾ അതടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം.